എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരെല്ലാവരും കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ കാടിന്റെ ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് മുൻപോട്ടേക്ക് വന്ന് ചുറ്റും നോക്കും. ടാസ്കി ആണെങ്കിൽ അവന്റെ സയന്റിഫിക് ടൂള് വെച്ച് അവനെ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കൊനാമാരും സാറുടെയും അവർ രണ്ടുപേരും അവരെ കൊണ്ട് കഴിയും പോലെ ഓരോരോ ഭാഗങ്ങളിലായി ചെക്ക് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. മീറ്റ്സിക ആണെങ്കിൽ അവന്റെ ഒരു സ്നേക്കിനെ അവർ മുമ്പ് നിന്നിരുന്ന ആ ഒരു പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ സ്നേക്ക് ആണെങ്കിൽ ചുറ്റും നോക്കും. അതിന്റെ പവർ ഉപയോഗിച്ച് വളരെ വേഗം ആരെങ്കിലും അവിടേക്ക് വരികയാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ സെൻസായി കൊല്ലപ്പെട്ട ആ ഒരു രംഗം അത് തന്നെ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലൂടെ വന്നു പോവാണ്. അവൻ നോക്കി നിൽക്കെ അവന്റെ പ്രിയപ്പെട്ട സെൻസായിയെ ആ ദുഷ്ടനായിട്ടുള്ള അവൻ കൊന്നു. അവനിപ്പോ ഒരു നിഞ്ചയല്ല, ഒരു ഷിനോബിയല്ല, മറിച്ച് വെറും ഒരു ടൂള് മാത്രമാണ്. അവനെ തകർക്കുക എന്നത് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ടെററായിട്ട് നിൽക്കുമ്പോഴായിരിക്കും, ബൊറൂട്ടോ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മീറ്റ്സികയുടെ ആ ഒരു പാമ്പ് അത് പതിയെ പതിയെ അവിടുന്ന് ചലിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ ആൾക്കാർക്ക് കാര്യം പിടികിട്ടും. അവര് പ്രതീക്ഷിച്ചിരുന്ന ആ വില്ലൻ അവനിപ്പോ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തേണ്ട താമസം നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അതവൻ മനസ്സിലാക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണല്ലേ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാന്ന് പറഞ്ഞ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കും. അടുത്ത നിമിഷം അവൻ ചാടി വന്ന് അവന്റെ സ്നേക്ക് പവറൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈസി ആയിട്ടാവും അവനിപ്പോ മീറ്റ്സികയെ പിടിച്ചു വലിച്ച് പുറഞ്ഞ തല്ലി ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം മീറ്റ്സികയുടെ പിന്നാലെ പോയി വീണ്ടും വീണ്ടും അവനെ തല്ലിക്കൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പില് കൊനഹമാരു അവൻ അവിടേക്ക് വന്ന് ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. ആണെങ്കിൽ അത് ആ സയന്റിഫിക് ടൂള് അതുപയോഗിച്ച് അബ്സോർബ് ചെയ്തെടുക്കും. അവന് കാര്യം മനസ്സിലാവും. നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ആണെങ്കിൽ സേഫായിട്ട് മൂവ് ചെയ്യും. ആരുടെ ആണെങ്കിൽ നൈസായിട്ട് ചാടി വന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു അത് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് വളരെ സ്ട്രോങ് ആയി അവന്റെ കയ്യിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ സാറുടെ ആയിട്ട് ഫൈറ്റ് ചെയ്യും. സാറുടെ ആണെങ്കിൽ അവളുടെ മുഴുവൻ പവർ ഉപയോഗിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ അവന് കൊടുക്കുകയാണ്. പിന്നീട് ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതെല്ലാം തന്നെ അവൻ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്തെടുക്കും. ഉടനെ സാറുടെക്ക് സപ്പോർട്ടായി കൊനഹമാരും മീറ്റ്സികയും അവർ 3 പേരും ഇപ്പൊ അവരുടെ പവറുകൾ അവന് നേരെ അയക്കുകയാണ്. ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. എനിക്കറിയാം നിങ്ങൾ 3 പേരും എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഗ്യാപ്പില് സാക്ഷാൽ ബൊറൂട്ടോ അവൻ എന്നെ പുറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കും. അതല്ലേ നിങ്ങളുടെ പ്ലാൻ? ഓക്കെ, കുഴപ്പമില്ല, നല്ല പ്ലാനാണെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം നമ്മുടെ ആൾക്കാരുടെ പ്ലാനിങ് എല്ലാം അവനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആ ഒരു സ്ക്വാഡുമായി അവന് നേർക്ക് പാഞ്ഞു വരും. പക്ഷേ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ബൊറൂട്ടോയെ വെട്ടിത്തെറിപ്പിച്ച് ആ ഒരു സ്ക്വാഡ് കൈക്കലാക്കി ബൊറൂട്ടോയുടെ വയറ്റിൽ തന്നെ കുത്തി അങ്ങോട്ട് ഇറക്കും. ഇറ്റ്സുകയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. അവന്റെ കൈ ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ കൈ അത് ലോക്ക് ചെയ്ത് ബൊറൂട്ടോയെ വലിച്ചെടുക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ മറ്റൊരു സത്യം തിരിച്ചറിയുക. ആക്ച്വലി അവൻ ആ സ്ക്വാഡ് വെച്ച് അറ്റാക്ക് ചെയ്തത് റിയൽ ബൊറൂട്ടോയെ അല്ല, മറിച്ച് അവന്റെ ക്ലൗണിനെയാണ്. ആണെങ്കിൽ ഇപ്പൊ മീറ്റ്സികയുടെ കൈ അത് വെട്ടിയെറിയും. മീറ്റ്സിക ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അതേസമയം ബൊറൂട്ടോ അവനും ആ ആംഡ് ഹാൻഡ് അതുപയോഗിച്ച് ഇപ്പൊ റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അവന് നേർക്ക് വരും. അവന്റെ കയ്യിലുള്ള ആമില് പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ 2 പേരും അങ്ങനെ ക്ലോസ് എത്തുകയാണ്. ആ 2 സ്പെയറും ഏറ്റുമുട്ടി അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ബൊറൂട്ടോ അവന്റെ അടുത്ത കയ്യിൽ റസൻഗൺ പവർ അതുപയോഗിച്ച് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ചക്ര പവർ മുഴുവൻ നഷ്ടപ്പെട്ട് അടിച്ച് താഴെ വീഴും. ആണെങ്കിൽ അവന്റെ തകർന്ന കയ്യിലേക്ക് നോക്കും. അടുത്ത നിമിഷം അവൻ എന്തോന്ന് ട്രിഗർ ചെയ്യാണ്. കൊനഹമാരു ചാടി വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ തള്ളി മാറ്റും. അടുത്ത നിമിഷം ബൊറൂട്ടോ കൊനഹമാര് ഓടിയെത്തിയ ഭാഗം അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അവര് മുകളിലേക്ക് നോക്കും. ഒരു പ്രത്യേകതരം ഡിവൈസ് അതാണ് ആ ഒരു പൊട്ടിത്തെറി അത് ക്രിയേറ്റ് ചെയ്തത്. ടാസ്കി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാരണം അവൻ ഉപയോഗിക്കുന്നത് ഒരു തരം ഡ്രോൺ ടൂളാണ്. അതുപയോഗിച്ച് അവന് വലിയ വലിയ പൊട്ടിത്തെറികളും അറ്റാക്കിങ്ങും ഒക്കെ തന്നെ നടത്താനായിട്ട് കഴിയും. അങ്ങനെ ഒരുപാട് ഡ്രോണുകൾ അവന് ചുറ്റും വരും. ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ മരിച്ചത് ഒരു ഷിനോബി ആയിട്ടാണ്. ആ സമയത്ത് പ്രോപ്പറായിട്ട് എനിക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ മോശം ഗതിയിലേക്ക് പോയത്. അതിനുശേഷം ഈ നിഞ്ച ടൂൾസ് എനിക്ക് കൂടുതൽ പവർ തന്ന് എന്നെ ഞാനാക്കി മാറ്റി. ഇപ്പൊ ഞാൻ ഈ പവറിന് മേലെയാണ് ജീവിക്കുന്നത്. ഞാൻ ഈ ലൈഫ് അതൊരുപാട് ഇഷ്ടപ്പെടുന്നു, എൻജോയ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷൻ ആവും. യു ആർ അൺബിലീവബിൾ.
നീ എന്താ കരുതിയേ ഷിനോബികൾക്കെല്ലാം എന്റെ പപ്പയെ പോലെ ജനിക്കുമ്പോൾ തന്നെ അൺലിമിറ്റഡ് പവർ ഉണ്ടെന്നാണോ? അങ്ങനെയല്ല. എല്ലാവർക്കും ചെറിയൊരു സ്പാർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ട്രെയിനിങ് ചെയ്തൊക്കെ എൻഹാൻസ് ചെയ്താണ് എല്ലാവരും അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നീ അതൊന്നും ചെയ്യാതെ ഈ നിഞ്ച ടൂൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിനെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അത് വലിയ തെറ്റാണ്. അത് കേട്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ആ ഡ്രോൺസ് വെച്ച് നമ്മുടെ ആൾക്കാരെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. റൂട്ടോ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് സാറഡയോടും മീറ്റ്സുകയോടും കൊനഹമാരു സെൻസായെ പ്രൊട്ടക്ട് ചെയ്ത് ദൂരേക്ക് മാറാൻ പറയും. ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരു സെൻസായുമായി പുറകിലേക്ക് മാറും. ബൊറൂട്ടോ അവനവന്റെ ആ ഒരു സ്പെഷ്യൽ അതുപയോഗിച്ച് ഇപ്പോൾ ആ ഒരു ഡ്രോണുകളെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആണെങ്കിൽ വീണ്ടും അവറ്റകൾ ഉപയോഗിച്ച് ബൊറൂട്ടോയെ അറഞ്ചം പുറഞ്ച് അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു കളയും. ആ ഒരു അറ്റാക്കിൽ ബൊറൂട്ടോ അങ്ങനെ തെറിച്ചു പോവാണ്. പക്ഷേ ബൊറൂട്ടോ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പോൾ ആ ഒരു ഡ്രോൺസിന് നേരെ എടുത്ത് ചാടി എല്ലാ ഡ്രോൺസിലും ഓരോ പേപ്പർ ബോംബ് അതങ്ങനെ പതിപ്പിക്കുകയാണ്. അടുത്ത സെക്കൻഡ് ഇതിനൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഡ്രോൺസ് എല്ലാം തന്നെ സ്കൈയിൽ വെച്ച് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതിനുശേഷം ബൊറൂട്ടോ ആണെങ്കിൽ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് ആളെ വീണ്ടും അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഈ വാട്ടർ സ്റ്റൈലൊന്നും എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ആ ഒരു ട്രാജഡിക്ക് ശേഷം നിങ്ങൾ തിരികെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവാതിരുന്നത്? അതിനാളാണെങ്കിൽ ശാന്തമായിട്ട് പറയും, ആക്ച്വലി എനിക്ക് ഈ ഒരു ആക്സിഡന്റ് അത് സംഭവിച്ചതിന് ശേഷം എൻ്റെ ബോഡി പാർട്സ് അത് മുഴുവനായിട്ടും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു ഷിനോബിയായി ജീവിച്ചിട്ട് ഇവരുകളെല്ലാം തന്നെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. എൻ്റെ ശരീരത്തിന്റെ വേദനയും അപകർഷബോധവും അതെന്നെ തിരികെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് അനുവദിച്ചില്ല. ആത്മഹത്യയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് കാറ അവൻ എന്നെ കാണാനായിട്ട് എൻ്റെ അരികിലേക്ക് വന്നത്. എനിക്ക് നിഞ്ച ടൂളിലൂടെ പുതിയൊരു ലോകം തന്നെ അവൻ തുറന്നു കാണിച്ചത്. അതിനുശേഷമാണ് ഞാൻ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അന്നു മുതൽ ഞാൻ അവൻ്റെ ഔട്ട്സൈഡറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇത് കേട്ട് കൺട്രോൾ പോയി. ഇപ്പോൾ അവൻ്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അവനെ അടിക്കാനായിട്ട് ഓടി അടുക്കും. പക്ഷെ അവൻ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ ക്ലൗൺസുകളെല്ലാം തല്ലി തകർത്ത് ബൊറൂട്ടോയെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് മുകളിലേക്ക് ഉയർത്തും. സാറഡയ്ക്കാണെങ്കിൽ അത് കണ്ട് നോക്കി നിൽക്കാനായിട്ട് ആവില്ല. അവൾ ഓടി അടുക്കും. പക്ഷെ അടുത്ത നിമിഷം മീറ്റ്സിക അവളെ പിടിച്ചു വലിച്ച് തിരികെ കൊണ്ടുപോവാണ്. ഇവിടെ ബൊറൂട്ടോയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മുകളിലേക്ക് ഉയർത്തേണ്ട താമസം അതാണെങ്കിൽ അങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. കാരണം അവൻ കരുതിയതുപോലെ റിയൽ ബൊറൂട്ടോ അല്ല, മറിച്ച് ബൊറൂട്ടോയുടെ ഒരു ക്ലൗൺ മാത്രമാണ്. ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ബൊറൂട്ടോ അവൻ അങ്ങനെ ബേസ്മെന്റ് തകർത്ത് മുകളിലേക്ക് ചാടി വന്ന് റെസ്ലിംഗൻ പവർ ഉപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവനങ്ങനെ തകർന്ന് വീഴുകയാണ്. ഇത് പ്രാണനായി കിടക്കുന്ന ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് പറയും, നിനക്കിനി ധൈര്യമായിട്ട് എന്നെ കൊല്ലാം. അതിന് ബൊറൂട്ടോ അവനൊരു സ്ക്രൂ ഡ്രൈവർ അതങ്ങനെ ഉയർത്തിയെടുത്ത് നില താഞ്ഞു കുത്തും. ഓക്കെ, നീ ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നിന്റെ തകർന്നു പോയ കൈ അത് പഴയതുപോലെ ആക്ക്. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവനാണെങ്കിൽ വണ്ടടിച്ച് ബൊറൂട്ടോയെ നോക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ അടുത്ത നിമിഷം ആ കോജി വില്ലൻ അവൻ അവിടേക്ക് വന്ന് വലിയൊരു ജിപ്സു അത് ഉപയോഗിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.